ഷുക്കൂർ, ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ മധ്യ കേരളത്തിൽ എന്തൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ് UDF ഉണ്ടായിട്ടുള്ളത്? ദിവ്യ, ഭരണവിരുദ്ധ വികാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കൂടാതെ തന്നെ സാമുദായികമായ ഘടകങ്ങളും പൂർണ്ണമായും LDFന് എതിരായി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP ഈ വളരെ ശക്തമായി തന്നെ തൃശ്ശൂരിലടക്കം സജീവമായി രംഗത്ത് വന്നിട്ട് പോലും സവർണ വോട്ടുകൾ BJPക്ക് കാര്യമായി കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അത് UDFൽ തന്നെ ഒരു പരിധിവരെ ഉറച്ചു നിന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണമാണ് തൃശ്ശൂർ ജില്ലയിൽ UDFന് കിട്ടിയത്. തൃശ്ശൂർ കോർപ്പറേഷനിലെ സവർണ ക്രൈസ്തവരുടെ അടക്കം വോട്ടുകൾ UDFൽ തന്നെ നിന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി BJPക്ക് ഒഴുകിയ വോട്ടുകളാണ് അത് തിരിച്ചു പിടിച്ച് കോർപ്പറേഷൻ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകാത്ത വിധം 5 വർഷം ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം UDFന് അവിടെ നേടാൻ കഴിഞ്ഞത് കൃത്യമായ സവർണ ക്രൈസ്തവ വോട്ടുകളും ഒപ്പം തന്നെ നായർ മേനോൻ വോട്ടുകളുമെല്ലാം ഉറപ്പാക്കിയതിൻ്റെ കൂടി ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം നഗരസഭകളുടെ കാര്യത്തിലാണ്. തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിനുള്ള ഒരു പരമ്പരാഗത ശക്തി അതിൻ്റെ അടിത്തറ ഇളക്കാൻ പക്ഷേ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലെല്ലാം അവർക്ക് ആ മേധാവിത്വം നിലനിർത്താനായി. എന്നാൽ LDF 5-ൽ നിന്ന് 9 ഒരു 4 സീറ്റ് കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പരമ്പരാഗതമായി UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു അടിത്തറ അവിടെ കാര്യമായിട്ട് ഇളകിയിട്ടുണ്ട് ഏറെക്കാലത്ത്. അത് കാര്യമായി ശരിയാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിന് കോൺഗ്രസ് കാര്യമായി ഇനിയും പണിയെടുക്കേണ്ടി വരും എന്നൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. 2 നഗരസഭ, ഇരിങ്ങാലക്കുട അതുപോലെ ചാലക്കുടി, ഈ 2 നഗരസഭകൾ മാത്രമാണ് തൃശ്ശൂരിൽ UDFന് ലഭിച്ചത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. പ്രധാനപ്പെട്ട ചില നേതാക്കൾ KPC ജനറൽ സെക്രട്ടറി MP ജാക്സൺ നഗരസഭയിലേക്ക് മത്സരിച്ചു. അതുപോലെ തന്നെ അനിൽ അക്കരെ പോലെ KPC ജനറൽ സെക്രട്ടറി അടാട്ട് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ഒപ്പം തന്നെ കുന്നംകുളത്ത് തോറ്റ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ആ അർത്ഥത്തിലെല്ലാം തന്നെ ഒരു മുൻകൈ തൃശ്ശൂരിലുണ്ടായി. എറണാകുളം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ UDFന്റെ